IC പീഡന കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിംഗ് ഓഫീസറെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം. തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ആരോപണം. സംഭവത്തിൽ നഴ്സിംഗ് ഓഫീസർ PB അനിത പ്രതികരിക്കുന്നു. അത് ഇവിടുത്തെ അധികൃതരോ ആരും ചെയ്തതല്ല. ദിവസവും അവരെ കാണാൻ ചീഫ് നഴ്സിംഗ് ഓഫീസർ അവരെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവരാരും ഇവർക്ക് വേണ്ട ഒരു ഇതും ചെയ്തിട്ടില്ല. ഈ രോഗിയോടൊപ്പം നിന്നതിനാണ് എനിക്ക് ഇപ്പൊ ഈ ഇത് വരുന്നത്. ഞാൻ അതിജീവിതയെ ഹരാസ്മെന്റ് ചെയ്യാനോ അവരെ സ്വാധീനിക്കാൻ ചെന്ന 5 ജീവനക്കാരുടെ പേരും ഞാനല്ല എഴുതി കൊടുത്തത്. അവരുടെ ഡെസിഗ്നേഷൻ മാത്രമാണ് ഞാൻ എഴുതി കൊടുത്തത്. തിരിച്ചറിയൽ പരേഡിന് ശേഷമാണ് അവരുടെ പേര് എന്നോട് ചീഫ് നഴ്സിംഗ് ഓഫീസർ നിർബന്ധപൂർവ്വം എഴുതിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. ആ ഇതുപോലും ഞാൻ പ്രിൻസിപ്പലിനല്ല എഴുതിയത്, ഞാൻ ചീഫ് നഴ്സിംഗ് ഓഫീസർക്കാണ് എഴുതിയത്. അത് എഴുതി പൂർത്തിയാകാത്ത ലെറ്റർ മാഡമാണ് പ്രിൻസിപ്പൽ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തത്. അതിനൊക്കെ ഞാൻ ഇപ്പം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഉത്തരവ് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ KG യൂണിയന്റെ പ്രവർത്തകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ NGO യൂണിയൻ നേതാവ് എന്നെ പ്രിൻസിപ്പൽ ഓഫീസിന്റെ കവാടത്തിന് മുന്നിൽ വെച്ച് എന്നെ അധിക്ഷേപിക്കുക, എന്നെ സസ്പെൻഡ് ചെയ്യുകയും ഇടുക്കിയിലേക്കെന്നല്ല, നിങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കും, നിങ്ങളെയാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്, നിങ്ങളാണ് ഇതിന് ഉത്തരവാദി, നിങ്ങളാണ് സുരക്ഷ ഒരുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നെ അയാൾ തടഞ്ഞു നിർത്തി. യൂണിഫോമിലായിരുന്ന എന്നെ അയാൾ തടഞ്ഞു നിർത്തി അപമാനിക്കാനുണ്ടായത്. കംപ്ലൈന്റ് പറയുകയും ഞാൻ വീണ്ടും ഓഫീസ് നമ്പർ എഴുതി കൊടുത്ത് സെക്യൂരിറ്റി ഞാൻ തന്നെയാണ് അവർക്ക് ഏർപ്പാടാക്കി കൊടുത്തത്.